കേരളത്തിലെ തന്നെ 24 hour ലൈവായിട്ടുള്ള ഒരു പിക്കിൾ ബോൾ കോർട്ടാണ് പിക്കിൾ ബോട്ട്സ്. കാക്കനാടാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിക്കിൾ ബോൾ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1965 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഗെയിമാണ്. 2008 ആ സമയങ്ങളിലൊക്കെ ആയപ്പോഴത്തേക്കും ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ബാംഗ്ലൂർ, ചെന്നൈ അങ്ങനെയുള്ള എല്ലാ അർബൻ സിറ്റിയിലും ഈവൻ കൊച്ചിയിലും തന്നെ പല കോർട്ടുകൾ വന്നു. ഇപ്പോൾ കേരളത്തിൽ ആക്ച്വലി തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി, അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പിക്കിൾ ബോൾ കോർട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ആക്റ്റീവാണ്. ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി പിക്കിൾ ബോൾ ഒരു 3 ഗെയിമിന്റെ കോമ്പിനേഷൻസ് ആണ്. അത് മെയിൻലി ബാഡ്മിന്റൺ, ടെന്നീസ് ആൻഡ് ടേബിൾ ടെന്നീസ്. അത് പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കോർട്ടിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ബാഡ്മിന്റൺ കോർട്ടിന്റെ സെയിം ഡയമെൻഷൻ ആണ് പിക്കിൾ ബോൾ കോർട്ടിന്റെ ഡയമെൻഷൻ വരും, 44 feet into 20 feet. അതുപോലെ തന്നെ ടേബിൾ ടെന്നീസും കളിക്കുന്ന ഒരു ഫോമാറ്റിലാണ് ഇത് കളിക്കുന്നത്. അപ്പം ടെന്നീസിന്റെ ഒരു ചെറിയ വേർഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അതിന്റെ റാക്കറ്റ്സ് നോക്കുമ്പോൾ ടേബിൾ ടെന്നീസിന്റെ റാക്കറ്റിനേക്കാളും കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ്. ടെന്നീസിന്റെ ബോളിന്റെ സൈസിലുള്ള പ്ലാസ്റ്റിക് ബോൾസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം എൻ്റെ ബോസാണ്. ആക്ച്വലി ബോസ് യൂസ് ടു ട്രാവൽ ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആൾ കണ്ട് ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് കേരളത്തിൽ കൊണ്ടുവന്നുകൂടാ എന്നുള്ള ചിന്ത. സോ ദാറ്റ് വാസ് ഹിസ് ഇൻട്രസ്റ്റ് ആക്ച്വലി വൈ പിക്കിൾ ബോൾ കോർട്ട് കെയിം ഓവർ ഹിയർ ഇൻ കൊച്ചി. അപ്പോൾ അതുപോലെ തന്നെ അതും 24 hour ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന കേരളത്തിൽ വേറെ ഒരു കോർട്ടുമില്ല. ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്ന് വെച്ചാൽ ആക്ച്വലി ഐ ഡോണ്ട് നോ, വേറെ എവിടെ ഇല്ലാന്നാണ് എൻ്റെ അറിവ്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 to 7 months ആയി. ഓവറോൾ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. കാരണം എന്താ കാര്യം വെച്ചാൽ പിക്കിൾ ബോൾ ഗെയിം ഭയങ്കര എളുപ്പമുള്ളൊരു ഗെയിമാണ്. ആർക്കും വളരെ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാം, കളിക്കാനും എളുപ്പമാണ്, ഒരു സ്ട്രഗിൾ ഇല്ല. നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന ആൾക്കാർക്ക് പോലും അത്ര പോലെ ഓടി നമ്മൾ അങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട, സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് കളിക്കാം, എന്നാൽ നന്നായിട്ട് ബേൺ ചെയ്യുന്ന ഒരു ഗെയിം തന്നെയാണ് പിക്കിൾ ബോൾ. അതാണ് അതിൻ്റെ ഗെയിമിൻ്റെ ഒരു ഫൺ. സോ മെയിനായിട്ട് ഈ കോർട്ടിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നോൺ വോളി സോണും വോളി സോണും. നോൺ വോളി സോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അടിക്കാൻ പാടില്ലാത്ത ഒരു ഏരിയക്കാണ് നോൺ വോളി സോൺ എന്ന് പറയുക. വോളി സോൺ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്മാഷ് ചെയ്യുക, അടിക്കുക അങ്ങനെയുള്ള. അതിൻ്റെ അകത്ത് ഈ റെഡ് ഏരിയക്കാണ് നമ്മൾ ആക്ച്വലി നോൺ വോളി സോൺ എന്ന് പറയുക. റെഡ് ഏരിയ ആക്ച്വലി നമുക്ക് അതിനുള്ളിൽ സ്റ്റെപ്പിങ് ചെയ്യണതിൽ കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ ബോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് സ്മാഷ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനെ നോൺ വോളി സോൺ എന്ന് പറയുന്നത്. ഒരു കോഡഡ് നെയിമായിട്ട് കിച്ചൺ എന്ന പോലെ പേരും അതിന് പറയുന്നുണ്ട്. പിക്കിൾ ബോൾ അതിന് പറയുന്ന ആ ഏരിയക്ക് പറയുന്ന പേരാണ് കിച്ചൺ. ആൻഡ് ഈ ബ്ലൂ ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ പുറയിലേക്കുള്ള ഏരിയക്കാണ് ആക്ച്വലി വോളി സോൺ എന്ന് പറയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ആക്ച്വലി പിക്കിൾ ബോൾ കോർട്ടിനെ എപ്പോഴും വ്യത്യസ്തമാക്കുന്നത്. ബാഡ്മിന്റൺ പോലെ തന്നെ എപ്പോഴും ഒരു 2 രീതിയിലേക്ക് തിരിച്ചിട്ടുണ്ട് കോർട്ടിന്റെ ഡയമെൻഷൻ. അതാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള വ്യത്യസ്തമായുള്ളൊരു കാര്യം. ആൻഡ് ലൈക്ക് എപ്പോഴും ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗെയിമിന്റെ ഒരു ബേസിക് റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ബേസ് ലൈനിന്റെ പുറകിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഡയഗണലി നമ്മൾ ക്രോസ് ചെയ്ത് അടിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഫോമാറ്റ്. അപ്പം ബേസ് ലൈൻ്റെ പുറത്ത് നിന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര മാറി നിന്നിട്ടാണെങ്കിൽ നമുക്ക് അടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് ഡയഗണൽ കോർട്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഡയഗണൽ കോർട്ടിൽ പോയി ബോൾ പിച്ച് ചെയ്യണം. ആ ചെന്ന് പിച്ച് ചെയ്യുന്ന ബോൾ അവിടെ നിൽക്കുന്ന റിസീവർ എടുത്ത് തിരിച്ചടിച്ച് ഈ കോർട്ടിൽ എവിടെയെങ്കിലും വരും. ഇറ്റ്സ് കോൾഡ് 2 bounce റൂൾ. ആ 2 bounce റൂൾ ആണ് ഇതിൻ്റെ അകത്ത് പിക്കിൾ ബോളിൽ സെക്കൻഡായിട്ട് നോക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ നിന്ന് അടിക്കുന്ന ബോൾ അവിടെ പോയി വീണു, അതിനുശേഷം അവിടെ നിന്ന് അടിക്കുന്ന റിസീവർ എടുത്ത് തിരിച്ച് ഇവിടെ വീണു. ഇവിടെ വീണതിന് ശേഷം മാത്രമേ ഇവിടെ നിൽക്കുന്ന ആൾക്ക് അതിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഗെയിമിനെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നത്. അതിനുശേഷമുള്ള എല്ലാ ബോളുകളും വേണമെങ്കിൽ ഡയറക്റ്റ് അടിക്കാം. ആദ്യത്തെ 2 ആ ബൗൺസിങ് മാത്രം നമ്മൾ ആക്ച്വലി എപ്പോഴും ഫോളോ ചെയ്യണം. അത് പിച്ച് ചെയ്തിരിക്കണം അതിൻ്റെ. അതാണ് അതിൻ്റെ ഉള്ളൊരു കാര്യം. നമ്മുടെ പിക്കിൾ ബോൾ കോർട്ട് ആക്ച്വലി 24 hour ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ പിക്കിൾ ബോട്ട്സിൻ്റെ സൈറ്റ് ഉണ്ട്, picklebots.in. അതിൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ നെയിം, നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കോർട്ടുണ്ട് നമുക്കിവിടെ. അത് ഏത് കോർട്ടാണോ വേണ്ടത് അത് എത്ര സമയം വരെ നമുക്കുള്ള രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് 6 ദിവസം പ്രയറായിട്ട് വരെ നിങ്ങൾക്ക് അത് ബുക്ക് ചെയ്തെടുക്കാം. ഓൾസോ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റാക്കറ്റ്സ് എല്ലാം കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ബോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഇനി അത് മാത്രമല്ല, റാക്കറ്റ്സിൻ്റെയും നമുക്കിവിടെ ഒരു സ്റ്റോറുണ്ട്.
അപ്പോൾ പല റേഞ്ചിലുള്ള ഈവൻ ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം 3000 to 12,000 ആ റേഞ്ചിലുള്ള പല റാക്കറ്റ്സുകളും ഇവിടെ അവൈലബിൾ ആണ്.